ലോങ് വീഡിയോ ചെയ്തിട്ട്. അതുപോലെ തന്നെ ജേർണലിങ് ചെയ്തിട്ടും കുറേ നാളായി. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു ജേർണലിങ്ങിൻ്റെ തന്നെ ലോങ് വീഡിയോ ചെയ്തേക്കാം. ജാനുവരി എനിക്ക് ഭയങ്കര സ്ലോ ആയിട്ട് പോയ പോലെയാണ് തോന്നിയത്. ഒരുപാട് ദിവസങ്ങളുള്ള പോലെയും ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയുടെ ഒരു മന്ത്ലി പ്ലാനായിട്ടാണ് ജേർണലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം ബൊഗെയിൻവില്ല സീസൺ ആയില്ലേ, എൻ്റെ ഗാർഡനിലും കുറേ ബൊഗെയിൻവില്ലസൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ബൊഗെയിൻവില്ല തീമിലൊരു ജേർണലിങ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിന് പറ്റിയ പിക്ചേഴ്സൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് വേറൊരു തീമിൽ ജേർണലിങ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സും വാഷി ടൈപ്സൊക്കെ എടുത്ത് വച്ചപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കി നോട്ടും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ആ യെല്ലോ തീമിൽ തന്നെ ഒരു ജേർണലിങ് ചെയ്യാമെന്ന്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സ്റ്റിക്കേഴ്സ് കൊണ്ട് ഓവറായിട്ട് ഫില്ല് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചെയ്തു വരുമ്പോൾ കാണുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാൻ തോന്നാറുണ്ട്. എന്നാലും മാക്സിമം സിമ്പിളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തീമിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് എനിക്ക്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യും വരെ അതിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്ട്രെസ് റിലീഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ സ്റ്റിക്കേഴ്സൊക്കെ ഫില്ല് ചെയ്യാനും മറ്റു സൈഡിൽ മന്ത്ലി പ്ലാനൊക്കെ ഒന്ന് ഷോർട്ട് നോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് എഴുതാനിരിക്കുമ്പോഴത്തേക്കും എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോകാറുണ്ട്. മൈൻഡിലുള്ള അത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ എഴുതാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഷോർട്ടാക്കി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. വാഷി ടേപ്സും ഈ ഒരു ഷെയ്ഡിലുള്ളത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്തു. പക്ഷേ ഫുള്ളും എല്ലാം ആയപ്പോൾ എന്തോ ഒരു ഭംഗിക്കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഈ സ്റ്റിക്കറൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ എടുക്കാൻ പറ്റാത്തതൊക്കെ മാക്സിമം കത്രിക വെച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ 1-2 സ്റ്റിക്കേഴ്സും കൂടി ഇതിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ ഷെയ്ഡിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് തന്നെ ചൂസ് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഓരോ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്തിട്ടാണ് അതവിടെ ഫിക്സ് ചെയ്യാന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. 1-2 ഇടത്തൊക്കെ വച്ച് നോക്കിയിട്ടാണ് ഓരോ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഷീറ്റിലുള്ള സ്റ്റിക്കേഴ്സാണ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സ്റ്റിക്കേഴ്സ്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലെ റൈറ്റിങ്സ് ഒന്നും വേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സ്പേസ് കുറച്ച് എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡിൽ വരുന്നതായതുകൊണ്ടാണ് ഈ റൗണ്ടിലുള്ള സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുത്ത്. പക്ഷേ ഇതെവിടെ ഒട്ടിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. ഒരിടത്ത് ഒട്ടിച്ചിട്ട് എനിക്കത്ര ഇഷ്ടപ്പെടാതെ വീണ്ടും എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് ആ ഒരു സ്പേസ് എംപ്റ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് അവിടെ കുറച്ച് ഡോട്ട്സും മറ്റുമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ അതിലെന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഫുള്ള് ഞാൻ കുളമാക്കും. അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ ഫോക്കസ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ ഈ പേജ് വീണ്ടും ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ഈ സൈഡിൽ ഒരുപാട് സ്റ്റിക്കേഴ്സൊന്നും ഒട്ടിക്കാതെ ജസ്റ്റ് ഈ ഒരു പേപ്പർ മാത്രം സ്റ്റിക്ക് ചെയ്ത് 1-2 സ്റ്റിക്കേഴ്സ് മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇതിൽ ഫില്ല് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്ത് അത് മാത്രം ഫോക്കസ് ചെയ്ത് അത്രയും കാര്യങ്ങളെങ്കിലും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സൈഡിൽ ആകെ 2 സ്റ്റിക്കേഴ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബാക്കി 2 കോർണറിലും ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ജനലിൻ്റെ ഫൈനൽ ലുക്ക്.
ഇതെനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. പിന്നെ കട്ട് ചെയ്ത പേപ്പറൊക്കെ മാറ്റി ടേബിളൊന്ന് ക്ലീൻ ചെയ്തു. ഈ വാഷി ടേപ്പ് ബോക്സും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.